സംസ്ഥാന മന്ത്രിസഭയുടെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി പാലക്കാട് നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണനമേള മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന് സമീപമുള്ള മൈതാനത്ത് മെയ് 10 വരെയാണ് മേള. ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി എം. വി. രാജേഷ് അധ്യക്ഷനായി. വിപണനമേളയുടെ ഭാഗമായി നടക്കുന്ന വർണ്ണശബളമായ ഘോഷയാത്ര കൊടിയോടുകൂടിയുള്ള വർണ്ണശബളമായ ഘോഷയാത്ര കൊടിയോടുകൂടിയുള്ള ഘോഷയാത്ര ഇതായി വാഹനത്തിന്റെ തൊട്ടുപിറകിലായി രാവിലെ 9 മുതൽ രാത്രി 10 വരെയാണ് മേളയുടെ സമയക്രമം. പ്രവേശനം സൗജന്യമാണ്. പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ നേതൃത്വത്തിൽ തൊഴിൽ മേള, വനിതാ ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കും കൗമാരക്കാർക്കുമായി സൗജന്യ കൗൺസിലിംഗ്, പോലീസ് ഡോഗ് ഷോ, കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കൈമാറ്റ ചന്ത, ഫിഷ് സ്പാ, AI പ്രദർശനവും ക്ലാസും, പാലക്കാടൻ രുചി വൈഭവങ്ങളോടുകൂടിയ ഫുഡ് കോർട്ട്, സൗജന്യ കുതിരസവാരി, ആധാർ കാർഡ് എടുക്കാനും തെറ്റുതിരുത്താനും ഉൾപ്പെടെ അക്ഷയയുടെ പ്രത്യേക സ്റ്റാൾ, സഹകരണ വകുപ്പിന്റെ പുഷ്പമേള, താരതമ്യേന വിലക്കുറവിൽ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം, പൊതുജനങ്ങൾക്ക് പാട്ടുപാടാൻ അവസരം നൽകുന്ന സിംഗിംഗ് പോയിന്റ്, പൊതുജനങ്ങളുടെ രേഖാചിത്രം സൗജന്യമായി വരയ്ക്കാൻ കലാകാരന്മാരും മേളയിലുണ്ടാവും. വ്യവസായ വകുപ്പ് സംരംഭകർക്കായി ഹെൽപ്പ് ലൈൻ സെന്റർ, കൈത്തറി, കരകൗശല, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ പ്രദർശനവും മേളയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കലാ സാംസ്കാരിക പരിപാടികൾക്ക് തുടക്കമായി. പ്രശസ്ത പിന്നണി ഗായികയും ചരിത്രനടിയുമായ സുനിത നെടുങ്ങാടിയും സംഘവും അവതരിപ്പിച്ച ഉറുദു, ഹിന്ദി, മലയാളം ഗസൽ നിശ അരങ്ങേറി. 8:30 പ്രമുഖ നാടൻപാട്ട് ഗുരുവായ ജനാർദ്ദൻ പുശ്ശേരിയും സംഘവും ഗ്രാമചന്തം എന്ന പേരിൽ നാടൻ കലകൾ അവതരിപ്പിച്ചു. വിവിധ വകുപ്പുകളുടെ തീം സർവീസ് സ്റ്റാളുകൾ, കൊമേഴ്സ്യൽ സ്റ്റാളുകൾ ഉൾപ്പെടെ 250ഓളം സ്റ്റാളുകൾ മേളയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ കേരളത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഇന്നത്തെ രാജ്യത്തെ സാഹചര്യത്തിൽ മതനിരപേക്ഷതയുടെ വിളനിലമായി കേരളം തുടരുന്നു എന്നുള്ളത്. നല്ല ശ്രമം കഴിഞ്ഞ കാലത്ത് നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരമൊരവസ്ഥ നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞത്. മാനവിക മൂല്യങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു സമൂഹം വാർത്തെടുക്കാൻ നവോത്ഥാന കാലം മുതൽക്ക് നടത്തിയ ശ്രമങ്ങൾ അതിന് ഫലപ്രദമായ തുടർച്ച കേരളത്തിലുണ്ടായപ്പോൾ കേരളീയ സമൂഹത്തിൽ വന്ന മാറ്റങ്ങൾ, അതാണ് മാതൃകാപരമായ ഒരു സമൂഹം സൃഷ്ടിക്കുന്നതിന് ഇടയാക്കിയത്. അത്തരമൊരു സമൂഹ സൃഷ്ടിയിൽ നവോത്ഥാന നായകർ പങ്കുവഹിച്ചിട്ടുണ്ട്. പിൽക്കാലത്ത് പങ്കുവഹിച്ച പലരുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചവരാണ് നമ്മുടെ സാംസ്കാരിക രംഗം.
കലാ സാഹിത്യ രംഗത്തുള്ള എല്ലാവരും വളരെ ക്രിയാത്മകമായ പങ്കുവഹിച്ചിട്ടുണ്ട്. നാടിൻ്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും സമൂഹത്തിൻ്റെ മാറ്റത്തിനും അതിനുവേണ്ടി ശ്രമിക്കുന്നവർക്കാകെ ഉത്തേജനം പകരുന്ന നിലപാടുകളാണ് പൊതുവെ കലാസാഹിത്യ രംഗത്ത് നിന്നുണ്ടായിരുന്നത്. ഇത് ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞപ്പോൾ അതേ രീതിയിൽ തുടരുന്നുണ്ടോ? നമ്മുടെ കേരളത്തെ പറ്റി സാധാരണ നേരത്തെ പറയാറുള്ളത് കേരളീയ സമൂഹത്തിലെ വലതുപക്ഷക്കാരന് പോലും ഇടതുപക്ഷ സ്വാധീനമുണ്ട് എന്നുള്ളതാണ്. അത്രമാത്രം ഒരു ഇടതുപക്ഷ സമൂഹത്തിൻ്റെ പ്രത്യേകത വാർത്തെടുക്കാൻ കഴിഞ്ഞ ഒരു നാടാണ് കേരളം. പക്ഷെ അവിടുന്ന് വല്ലാത്ത തോതിൽ നമ്മളെ പുറകോട്ട് കൊണ്ടുപോകാനുള്ള ഒരുപാട് ശ്രമങ്ങളാണ് നടക്കുന്നത്. ആ ശ്രമത്തെ അതേ രീതിയിൽ തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമുക്ക് എന്ന് ഞാൻ പറയുന്നത് നിങ്ങളടക്കമുള്ള നമുക്ക് തന്നെയാണ്. നമ്മുടെ കലാസാഹിത്യ രംഗത്തുള്ള ആളുകൾക്കടക്കം നമ്മുടെ സമൂഹത്തിന് അതിൻ്റേതായ പ്രാധാന്യത്തോടെ ഈ കാര്യം തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. തിരിച്ചറിഞ്ഞവർ തന്നെ ആ രീതിയിൽ ഇടപെടാൻ തയ്യാറാകുന്നുണ്ട്. ഇപ്പോൾ കേരളീയ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിൽ എല്ലാവരും അവരവരുടേതായ പങ്കുവഹിച്ചു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അത്തരമൊരു അവസ്ഥയിൽ നീങ്ങേണ്ട ഒരു ഘട്ടം സംജാതമാവുകയല്ലേ? നമ്മുടെ നാടിനെ പുറകോട്ട് കൊണ്ടുപോകാൻ വല്ലാത്ത ശ്രമങ്ങൾ നടക്കുകയാണല്ലോ. വിവിധ വകുപ്പുകളുടെ 250ഓളം സ്റ്റാളുകൾ മേളയുടെ ഭാഗമാകും. രാവിലെ 9 മുതൽ രാത്രി 10 വരെയാണ് മേളയുടെ സമയക്രമം. പ്രവേശനം സൗജന്യമാണ്. പാർക്കിങ്ങും സൗജന്യമാണ്. ഒരു കാര്യം ഞാൻ പറയാം, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന സംവിധായകരെയും വനിതാ സംവിധായകരെയും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു വർഷം 3 കോടി രൂപ വീതം കൊടുത്ത ഒരു ഗവൺമെന്റാണ്. ഇതിനോടകം 5 ചിത്രങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് പട്ടികജാതി വിഭാഗത്തിലും 3 ചിത്രങ്ങൾ വനിതാ വിഭാഗത്തിലുമായി നിർമ്മിച്ച് നമുക്ക് പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞു എന്ന വലിയ നേട്ടം, ഇന്ത്യയിൽ ഒരു സ്ഥലത്തുമില്ലാത്ത നേട്ടം നമ്മുടെ സംസ്ഥാനം നമുക്കുണ്ടാകാൻ കഴിഞ്ഞു. 2021 ഈ ഗവൺമെന്റ് വരുമ്പോഴാണ് ഏറ്റവും വലിയ പ്രയാസകരമായ ഒരു പ്രശ്നം സിനിമാ പ്രദർശനവുമായി ബന്ധപ്പെട്ട്. ഇന്ന് നമ്മുടെ കൂടെ ഇല്ല ഷാജി സാർ. ഞങ്ങൾ ആലോചിച്ചു, ഒരു OTT പ്ലാറ്റ്ഫോം തുടങ്ങുന്നതിനെ പറ്റി ചിന്തിച്ചു. ഈ ഗവൺമെന്റ് കാലത്ത് ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാന ഗവൺമെന്റ് ഒരു വകുപ്പിന്റെ നേതൃത്വത്തിൽ ഒരു OTT പ്ലാറ്റ്ഫോം തുടങ്ങിയതും ഈ കേരളത്തിലാണെന്ന് അഭിമാനത്തോടുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സാംസ്കാരിക സമുച്ചയങ്ങൾ കൊല്ലത്ത് ഞാൻ പറഞ്ഞു പൂർത്തീകരിച്ചു. ഇന്നലെ പാലക്കാട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VT ഭട്ടതിരിപ്പാടിന്റെ നാമധേയത്തിലുള്ള സമുച്ചയം ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് സമുച്ചയം പൂർത്തീകരിച്ച് ഉദ്ഘാടനത്തിന് തീയതി നിശ്ചയിക്കാൻ പോവുകയാണ്. ഇപ്പോൾ അത് കൂടാതെ ഏതാണ്ട് 5 ജില്ലകളിൽ കണ്ണൂർ, ഇടുക്കി, ആലപ്പുഴ, കോട്ടയം, തൃശ്ശൂർ സാംസ്കാരിക സമുച്ചയങ്ങൾക്കുള്ള സ്ഥലം ഏറ്റെടുത്തു കഴിഞ്ഞു. അതിന്റെ നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. കേരളത്തിലെ KSFDC നേതൃത്വത്തിലുള്ള തിയേറ്ററുകൾ കൈരളി, ശ്രീ നിള 11.86 കോടിക്ക് നവീകരിച്ചു. തൃശ്ശൂരിലെ കൈരളി, ശ്രീ തിയേറ്ററുകൾ നവീകരണം പൂർത്തിയാക്കി. അടുത്ത ദിവസം അതിന്റെ ഉദ്ഘാടനം നടത്താൻ പോവുകയാണ്. നിരവധി തിയേറ്ററുകൾ കേരളത്തിൽ ഇപ്പോൾ നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ
സഖി എന്ന പേരിൽ തിയേറ്ററോടനുബന്ധിച്ച് വനിതകൾക്ക് താമസിക്കാനുള്ള സംവിധാനം ഒരുക്കുന്ന പദ്ധതി നടപ്പാക്കി. തിരുവനന്തപുരം കൈരളി തിയേറ്ററിനോട് ചേർന്ന് 15 കിടക്കകളുള്ള ഡോർമെറ്ററി ആരംഭിച്ചു. മറ്റു ജില്ലകളിലും KSFDCയുടെ തിയേറ്ററോടനുബന്ധിച്ച് ഇത്തരം സംവിധാനം ഒരുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ചിത്രാഞ്ജലി സ്റ്റുഡിയോ 150 കോടിക്കുള്ള നവീകരണ പ്രവർത്തനം നടന്നു വരുന്നു. അതിന്റെ ആദ്യഘട്ടം 70 കോടിയുടെ നിർമ്മാണം പൂർത്തീകരണ ഘട്ടത്താണ്. 3 മാസത്തിനകത്ത് ഉദ്ഘാടനം ചെയ്യും. രണ്ടാം ഘട്ടം ഉടൻ തന്നെ ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ സിനിമകളുടെ റെസ്റ്റോറേഷൻ പദ്ധതി ആദ്യമായി കേരളത്തിൽ ഇപ്പോൾ നടപ്പാക്കുകയാണ്. 100-ലധികം സിനിമകൾ ഇതുവരെ നമ്മൾ 2K റെസ്റ്റോറേഷൻ പരിപാടി നടപ്പാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിന്റെ മുഖം മാറും തരത്തിലുള്ള ഫെസ്റ്റിവലാക്കി അതിനെ മാറ്റാൻ കഴിഞ്ഞു. മൺമറഞ്ഞ സിനിമാ താരങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലങ്ങളിൽ നിന്നുള്ള ദീപശിഖ റാലികളും കലാപരിപാടികളും കൂടി നമുക്ക് നടപ്പാക്കുന്നു. കലാമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം സർവകലാശാലയാക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. അതുപോലെ തന്നെ കേരളത്തിൽ ഒരു സിനിമാ നയം, ഒരു കോൺക്ലേവ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആഗസ്റ്റ് 2, 3 തീയതികളിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്നു. ഒരു നിയമനിർമ്മാണം, ഒരു സിനിമാ നയം എല്ലാം വരാൻ പോകുന്ന ഒരു കാലത്തിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞു എന്ന കാര്യവും സന്തോഷപൂർവ്വം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം, സംഗീതനാട അക്കാദമിയുടെ നേതൃത്വത്തിലുള്ള അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ, അതുപോലെ തന്നെ നമ്മുടെ സാഹിത്യ അക്കാദമി നേതൃത്വത്തിലുള്ള അന്താരാഷ്ട്ര സാഹിത്യ ഫെസ്റ്റിവൽ, ഇനിയും പ്രകടന പത്രിക പറഞ്ഞ ഒരു കാര്യം കൂടി ഞങ്ങൾക്ക് ചെയ്യാനുണ്ട്. അത് ഫോക്ലോറിന്റെ നേതൃത്വത്തിലുള്ള അന്താരാഷ്ട്ര ഫോക്ലോർ ഫെസ്റ്റിവലാണ്. ഈ വർഷം അതിനുള്ള തയ്യാറെടുപ്പുകളും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രശസ്ത ചിത്രകാരനായ A. രമേന്ദ്രന്റെ 300 കോടി രൂപയുടെ വില വരുന്ന ചിത്രങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സംസാരിച്ച് നമുക്ക് നൽകി. അതിൻ്റെ ഉടമ്പടി ഒപ്പിട്ടു. കൊല്ലം നമ്മുടെ കൾച്ചർ സെന്ററിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഏറ്റവും വേഗം അതിൻ്റെ ഉദ്ഘാടനം നടക്കും. ബാലകേരളം പദ്ധതി, അതുപോലെ തന്നെ ബുക്ക് മാർക്കിൻ്റെ കഫേ പദ്ധതികൾ, അതുപോലെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ്ട് 625 പുസ്തകങ്ങൾ ഈ കാലയളവിൽ നമ്മൾ പ്രസിദ്ധീകരിച്ചു. സർവ്വവിജ്ഞാനകോശത്തിൻ്റെ നേതൃത്വത്തിലുള്ള പുതിയ വാല്യങ്ങൾ ധാരാളമായി പ്രസിദ്ധീകരിച്ചു. എല്ലാം ഞാൻ ഇവിടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ ഈ കാലയളവിൽ നമുക്ക് ചെയ്തു തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പരിമിതികൾ ഒരുപാട് സാംസ്കാരിക മേഖലയുണ്ടെങ്കിലും സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെ സംരക്ഷിക്കാൻ കഴിയുന്ന, അവർക്ക് പ്രായമാകുമ്പോൾ അവർക്ക് അനാഥത്വം ഉണ്ടാകാൻ പാടില്ല എന്ന ആഗ്രഹത്താൽ ഒരു അഭയകേന്ദ്രം കേരളത്തിൽ ആരംഭിക്കാൻ നമ്മൾ തീരുമാനിച്ചു. മാവേലിക്കൽ അതിൻ്റെ സ്ഥലമെടുത്തു. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നു എന്ന കാര്യം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ സാംസ്കാരിക ഡയറക്ടറേറ്റിന് സ്വന്തമായ ഒരു ഓഫീസ് സംവിധാനമില്ല. സാംസ്കാരിക ഡയറക്ടറേറ്റിന് സ്വന്തമായ ഒരു ആസ്ഥാനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ശ്രീ K. രാജ മിനിസ്റ്റർ നമ്മളെ സഹായിച്ചു. ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്. സ്ഥലം നമുക്ക് തന്നു കഴിഞ്ഞു. ആ സാങ്കേതിക പ്രശ്നം മാറിയാൽ ഒരു കാര്യം ഞാൻ പറയുന്നു, ഈ ഗവൺമെന്റ് കാലത്ത് ആദ്യമായി ഒരു സാംസ്കാരിക ഡയറക്ടറേറ്റ് വിപുലമായി തിരുവനന്തപുരത്ത് നമ്മൾ ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് വലിയ അറിവില്ലാത്ത ഫോറൻസിക്, ഫിംഗർ പ്രിന്റ് തുടങ്ങിയവയുടെ ഗുണഫലങ്ങളും പ്രവർത്തന രീതികളും ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥർ വിശദീകരിച്ച് നൽകുന്നുണ്ട്. ഇപ്പോൾ പൊതുവായിട്ട് നമ്മൾ ഇവിടെ പോലീസ് ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗം പോലീസിനും അത് മുഖാന്തരം എങ്ങനെ ജനങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ എങ്ങനെ ജനങ്ങൾക്ക് ഒരു ഗുണപരമായ സേവനം നൽകുന്നു എന്നതിനെ കുറിച്ചുള്ളൊരു ചുരുക്കരൂപമാണ് ഇവിടെ കാണിക്കുന്നത്. പോലീസ് സംവിധാനം വർക്ക് ചെയ്യുന്നത് തന്നെ ആൾ ഓഫ് കേരള, ഫുൾ കേരളയിൽ ചെയ്യുന്നത് ഇത്തരം റിപ്പീറ്ററിൻ്റെ ഒരു മോഡല്, അതായത് JAK 1, JAK 2, JAK 3, JAK 4, JAK 5 ഇങ്ങനെ 5 റിപ്പീറ്ററുകളിലും ടവറും സ്ഥാപിച്ച ശേഷം കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനുള്ള ആധുനിക രീതികളും ഇവിടെ നിന്നും ജനങ്ങൾക്ക് മനസ്സിലാക്കാനാകും. ഡോഗ് സ്ക്വാഡിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് കൗതുകത്തോടൊപ്പം വിജ്ഞാനവും പകർന്നു നൽകുന്നതാണ്. ഇതിനു പുറമെ പോലീസ് ഡോഗ് സ്ക്വാഡിൽപ്പെട്ട് സ്വാനന്മാരുടെ അഭ്യാസ പ്രകടനങ്ങളും സ്റ്റാളിൽ എത്തുന്നവർക്ക് കൗതുക കാഴ്ചകൾ പകർന്നു നൽകുന്നു. മനസ്സിലായി. എഡ്യൂക്കേഷൻ
അറിയാനും പോലീസിന്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാനും ഏറെ പ്രയോജനകരമാണ് എന്റെ കേരളം പ്രദർശന വിപണന മേളയിലെ കേരള പോലീസിന്റെ സ്റ്റാൾ. ആധാർ സേവനങ്ങൾക്കായി അക്ഷയയുടെ പ്രത്യേക സ്റ്റാൾ, പുഷ്പമേള, കാർഷികോൽപ്പന്നങ്ങളുടെ പ്രദർശനം, വ്യവസായ വകുപ്പ് സംരംഭകർക്കായി ഹെൽപ്പ് ലൈൻ കേന്ദ്രം, കൈത്തറി കരകൗശല ഉൽപ്പന്നങ്ങളുടെ സ്റ്റാൾ തുടങ്ങിയവ മേളയുടെ ഭാഗമാണ്. വേനൽ അവധിക്കാലത്ത് പാലക്കാടിന് ഒത്തുകിട്ടിയ അപൂർവ പ്രദർശനത്തെ ആവോളം ആസ്വദിക്കുകയാണ് പാലക്കാട്ടുകാർ. പൂർണ്ണമായി ശീതീകരിച്ച പ്രദർശന നഗരിയിൽ വൈവിധ്യമാർന്ന 250-ലേറെ സ്റ്റാളുകളുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ കീഴിലെ എല്ലാ വകുപ്പുകളുടെയും പ്രവർത്തനങ്ങൾ നേരിട്ട് വിലയിരുത്താൻ പ്രദർശന നഗരിയിലെത്താൻ അവസരമൊരുക്കിയിട്ടുണ്ട്. വേനൽ അവധിക്കാലത്ത് കുടുംബവുമൊത്ത് അപൂർവ സായാഹ്നം ആസ്വദിക്കാൻ മേളയിലെത്തുന്നവർക്കാകും. വൈവിധ്യമാർന്ന കാഴ്ചകൾ കൗതുകത്തോടൊപ്പം അറിവും പകർന്നു നൽകുന്നതാണ്. ആദിവാസി വിഭവങ്ങൾ ഉൾപ്പെടെ ലഭിക്കുന്ന കുടുംബശ്രീയുടെ ഭക്ഷ്യ സ്റ്റാളും ഫുഡ് കോർട്ടും ഭക്ഷണപ്രിയർക്ക് ഹരം നൽകുന്നതാണ്. മേളയിൽ ദിവസവും വൈകിട്ട് പ്രശസ്ത കലാകാരന്മാരുടെ കലാപരിപാടികളുടെ അവതരണവും നടന്നു വരുന്നുണ്ട്. രാവിലെ 9-ന് ആരംഭിക്കുന്ന മേള രാത്രി 10 വരെ തുടരും. പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് മേളയുടെ വേദിയിൽ സെമിനാർ സംഘടിപ്പിച്ചത്. സെമിനാർ അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ രംഗത്ത് നടത്തുന്ന ഇടപെടലിന്റെ ഒരു ഫലം നമുക്ക് ലഭിക്കുമ്പോൾ അതിൽ നമുക്ക് അഭിമാനിക്കാൻ വകയുണ്ട്. പക്ഷേ അതിൽ നമ്മൾ നിന്നുകൂടാ. വിദ്യാഭ്യാസ വകുപ്പ് കൊണ്ട് സർക്കാരിന് എന്താ മെച്ചം? അമേരിക്കയുടെ പ്രസിഡന്റ് പറയുന്നത് കോടിക്കണക്കിന് രൂപ വിദ്യാഭ്യാസ രംഗത്ത് ഗവൺമെന്റ് ഇടപെടുന്നു, ഗവൺമെന്റ് ചെലവഴിക്കുന്നു. എന്താണ് അങ്ങനെ ചെലവഴിക്കേണ്ട കാര്യം? അതിൽ നിന്ന് എന്താണ് ലാഭം? പെട്ടെന്നൊരു ഉത്തരം കൊടുക്കുക എളുപ്പമല്ല. അത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ, ക്ഷേമരാഷ്ട്രത്തിൽ മുന്നോട്ട് വയ്ക്കപ്പെടുന്ന സങ്കല്പമാണ് സേവന മേഖലയെ ശക്തിപ്പെടുത്തുക എന്നത്. ഇന്ന് ലാഭമില്ല എന്നതുകൊണ്ട് സർക്കാർ വിദ്യാഭ്യാസ വകുപ്പ് വേണ്ടെന്ന് വെച്ചാൽ നാളെ ലാഭമില്ല എന്നതുകൊണ്ട് ആരോഗ്യവകുപ്പും വേണ്ടാന്ന് വയ്ക്കും. ആരോഗ്യവകുപ്പ് നടത്തിയിട്ട് സർക്കാരിന് എന്താ വെച്ചത്? കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവരുന്ന പരിഷ്കാരങ്ങൾ വിദ്യാഭ്യാസ മേഖലയെ തകർക്കുമെന്ന് പ്രേംകുമാർ പറഞ്ഞു. ഡോക്ടർ C. രാമകൃഷ്ണൻ വിഷയാവതരണം നടത്തി. വിദ്യാഭ്യാസ ഡയറക്ടർ P. സുനിജ, പൊതുവിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടർ A. അബൂബക്കർ, ഡയറ്റ് പ്രിൻസിപ്പൽ P. ശശിധരൻ, Y. സിന്ധു, K. N. കൃഷ്ണകുമാർ, R.C. അലിയാർ തുടങ്ങിയവർ സെമിനാറിൽ പങ്കെടുത്ത് സംസാരിച്ചു. വിവിധ സേവനങ്ങൾ ലഭിക്കുന്ന മാനദണ്ഡങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ എന്നിവ സെമിനാറിൽ പ്രതിപാദിച്ചു. ഒരു ഉപഭോക്താവ് ആരാണെന്ന്, അപ്പൊ ഏതെങ്കിലും സാധനം പൈസ കൊടുത്ത് വാങ്ങിയ ഒരാൾ, ഫ്രീ കിട്ടിയ ആളെ ഉപഭോക്താവ് അല്ലാട്ടോ. എനിക്ക് 2 സാരി എടുത്തു, ഒരു സാരി വാങ്ങിയാൽ ഒരു സാരി ഫ്രീ പറഞ്ഞു. ആ ഫ്രീ കിട്ടിയ സാരി വീട്ടിൽ പോയി ഒന്ന് വെള്ളത്തിലിട്ട് മുക്കി ആദ്യം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴേക്കും അതെല്ലാം ഒരു പാചകവാതക സിലിണ്ടറുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ ഗുണങ്ങൾ, അളവുകളുടെ മാനദണ്ഡം എന്നിവ സംബന്ധിച്ച് മുൻ പ്രോസിക്യൂഷൻ ഡയറക്ടർ അഡ്വക്കേറ്റ് പ്രേംനാഥ്, ഭാരത് പെട്രോളിയം സെയിൽസ് ഓഫീസർ അരവിന്ദാക്ഷൻ, FCI ക്വാളിറ്റി കൺട്രോളർ സിജുമോൻ തുടങ്ങിയവർ സെമിനാറിൽ വിഷയങ്ങൾ അവതരിപ്പിച്ചു. ഈ റെഗുലേറ്ററിന്റെ നമ്പർ ഇവിടെ ഏജൻസിയിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അത് കമ്പൽസറി ആയിട്ട് നിങ്ങൾക്ക് ഇത് ഏജൻസിയിൽ നിന്ന് മാത്രമാണ് വാങ്ങിക്കാൻ പറ്റുക. മാർക്കറ്റിൽ കിട്ടും, പക്ഷേ അതല്ല എല്ലാവരുടെയും സീരിയസ് ആയിട്ടുള്ളത് കിട്ടുന്നുണ്ട്, ഒരിക്കലും പറയാൻ പറ്റില്ല. ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു റിസൾട്ട് എന്നുള്ള നിലയ്ക്ക് വളരെയധികം ഡെഫിഷ്യൻസി സംബന്ധമായുള്ള പല അസുഖങ്ങൾക്ക് തുടർച്ചയുണ്ടാവും. ജീവിതശൈലി രോഗങ്ങളുടെ തുടക്കം അങ്ങനെയായിരിക്കാം, അതിന് വളരെയധികം സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഫോളിക് ആസിഡ് പ്രത്യുൽപാദനപരമായ കാര്യങ്ങൾക്ക് ശരീരത്തിന് ഒരുപാട് ആവശ്യമുള്ള സാധനമാണ്. പലരിലും ഇവിടെ ഇരിക്കുന്നതിൽ അമ്മമാരുണ്ട്, പെൺകുട്ടികളുണ്ട്. അപ്പോൾ ഈ ഫോളിക് ആസിഡിൻ്റെ കുറവ് വരുമ്പോൾ പ്രത്യുൽപാദനപരമായ പ്രക്രിയയിൽ അല്ലെങ്കിൽ അതിൻ്റെ സംവിധാനങ്ങൾക്ക് ഒരുപാട് ദോഷം ഉണ്ടാവും. ലഹരിയുടെ പ്രതിരോധവും പ്രതിവിധിയും, ആയുർവേദത്തിലൂടെ ലഹരിയുടെ നീരാളിക്കരങ്ങൾ, ലഹരി അടിമത്തവും മോചനവും എന്നീ വിഷയത്തിൽ ഡോക്ടർ ജയന്തി വിജയൻ, ജില്ലാ നാർക്കോട്ടിക്സ് സെൽ ടീം ASI റഹീം മുത്ത്, ഡോക്ടർ ഷമീന ജസീൽ എന്നിവർ ക്ലാസ് എടുത്തു. മാനസിക വിഭാഗം, മാനസികം പദ്ധതി, മെഡിക്കൽ ഇത് കൂടുതലും കൗമാരപ്രായക്കാർക്കിടയിൽ കൂടുതൽ പല രീതിയിലുള്ള മാനസിക സംഘർഷങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതിനെയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് കുട്ടികൾ ഇത് ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നത്. അടുത്തത്
HCL ടെക്നോളജിസ്റ്റിന്റെ സഹകരണത്തോടെ പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് സംഘടിപ്പിച്ച കരിയർ ഗൈഡൻസ് പ്രോഗ്രാം പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് പാലക്കാട് മേഖല ഡെപ്യൂട്ടി ഡയറക്ടർ PV ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു. SSLC ഹയർ സെക്കൻഡറി പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾക്കുള്ള വിവിധ ഉന്നത വിദ്യാഭ്യാസ സാധ്യതകൾ എന്ന വിഷയത്തിൽ കരിയർ കൌൺസിലർ PM അബ്ദുൽ കലാം ക്ലാസ് എടുത്തു. HCL ടെക്നോളജിസ്റ്റിന്റെ ടെക് ബി പ്രോഗ്രാമിനെ കുറിച്ച് വിപിൻ വിശദീകരിച്ചു. ഒരു പ്രിപ്പറേഷൻ നമ്മൾ ഉണ്ടാകുന്നതാണ്. ഇതാണ് ലൈഫിലുള്ള കൃത്യമായിട്ടൊരു ഗോൾ ഉണ്ടാകുക എന്നുള്ളതാണ്. ലൈഫിൽ ഗോൾ ഉണ്ടാവണം, ഒരു സ്റ്റഡിക്ക് അല്ലെങ്കിൽ ഒരു കോഴ്സിനെ കുറിച്ച് കൃത്യമായി ഗോൾ ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു വർഷത്തിൽ ഉള്ള ഒരു കൃത്യമായ ഗോൾ ഉണ്ടാവണം, ഒരു മാസത്തിലൊരു ഗോൾ ഉണ്ടാവണം, അതുപോലെ ഒരു ആഴ്ചയ്ക്ക് എന്ന് പറഞ്ഞൊരു ഗോൾ ഉണ്ടാവണം, ഒരു ദിവസത്തിന് എന്ന് പറഞ്ഞ ഗോൾ ഉണ്ടാവണം, ഒരു മണിക്കൂറിന് പറഞ്ഞൊരു ഗോൾ നമ്മൾ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഗോളാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അതായത് നമ്മുടെ വീക്ക്നെസ് മനസ്സിലാക്കേണ്ടത്. വീക്ക്നെസ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വീക്ക്നെസ് ഏത് ഭാഗത്താണ് നമ്മുടെ വീക്ക്. മേളയുടെ ഭാഗമായുള്ള കലാ സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം സാഹിത്യകാരൻ വൈശാഖൻ നിർവഹിച്ചു. ആദ്യ ദിനത്തിൽ പിന്നണി ഗായിക സുനിത നെടുങ്ങാടിയും സംഘവും ഗസൽ നിശ അവതരിപ്പിച്ചു. തുടർന്ന് ജനാർദ്ദനൻ പുതുശ്ശേരിയും സംഘവും നാടൻ കലാപരിപാടികളും അവതരിപ്പിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ തോൽപ്പാവക്കൂത്ത്, ഏകപാത്ര നാടകം, കന്യാർകളി, വയലിൻ ഫ്യൂഷൻ, പൊറാട്ട് നാടകം, ഭിന്നശേഷി കലാകാരന്മാരുടെ നൃത്തപരിപാടി തുടങ്ങിയവയും അരങ്ങേറി. പൊറോട്ടംകളി കലാകാരൻ മണ്ണൂർ ചന്ദ്രനും സംഘവും കുറവനും കുർത്തിയുമായി വേദിയിലെത്തിയത് പാലക്കാട്ടെ കലാ ആസ്വാദകർക്ക് നാടൻ കലാരൂപങ്ങളുടെ വശ്യത പകർന്നു നൽകി. അതെയോ? തുടർന്ന് ദേവാശ്രയം ചാരിറ്റബിൾ സൊസൈറ്റിയിലെ ഭിന്നശേഷി കലാകാരന്മാർ ഭിന്നവർണ്ണങ്ങൾ എന്ന പേരിൽ നൃത്തനൃത്യങ്ങൾ അവതരിപ്പിച്ചു. സദസ്സ് കയ്യടിയോടെ വരവേറ്റു. പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന സന്ദേശവുമായിട്ടായിരുന്നു ഭിന്നശേഷി കലാകാരന്മാരുടെ അവതരണം. നിത്യജീവിതത്തിൽ യോഗയുടെ പ്രാധാന്യം വിളിച്ചോതി 45 യോഗ ഇൻസ്ട്രക്ടർമാർ ചേർന്ന് യോഗ നൃത്തം അവതരിപ്പിച്ചു. തുടർന്ന് കലാഭവൻ സലീമും സംഘവും അവതരിപ്പിച്ച കോമഡി ഷോയും പാടുക പാട്ടുകാര എന്ന നാടകവും കൊച്ചിയിലെ യുവതികളുടെ സംഗീത കൂട്ടായ്മയായ ടാറാന ബാൻഡിന്റെ സംഗീത നിശയും അരങ്ങിലെത്തി. നിനക്ക് എന്ത് പ്രായമുണ്ട്? 46 വയസ്സിലെ പ്രണയം. അപ്പോഴൊക്കെ ഞാൻ വാങ്ങി. അതിനാണ് സാറേ എന്റെ കെട്ടിയും ചത്തോട്ടില്ലല്ലോ. കെട്ടിക്കാരോടെ മുകളിലുള്ളതാണ്. എനിക്ക് അവള് പറയണത് അറിയാമോ? बाबूराज अरे डरते क्यों? डरते क्यों?
ജില്ലാ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് എൻ്റെ കേരളം പ്രദർശന വിപണനമേള നടത്തിയത്. വിവിധ വകുപ്പുകളുടെ ശീതീകരിച്ച 250ഓളം സ്റ്റാളുകൾ മേളയുടെ ഭാഗമായി. കഴിഞ്ഞ ഒരാഴ്ചയായി 1 ലക്ഷത്തിലധികം പേരാണ് മേളയുടെ ഭാഗമായത്.